അപ്പോൾ ഇതാണ് വർക്കൗട്ടിന് ശേഷമുള്ള പമ്പ്. വർക്കൗട്ട് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഫുൾ വീഡിയോ കാണുക. ഹായ്, ഇന്നത്തെ എൻ്റെ ബാക്ക് വർക്കൗട്ട് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടി ഷെയർ ചെയ്യാം. നമ്മൾ ഇന്നൊരു 3 വർക്കൗട്ടേ ബാക്കിന് ചെയ്യുന്നുള്ളൂ ടോട്ടലി. അതിൽ ഫസ്റ്റ് വർക്കൗട്ട് റിവേഴ്സ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗണും സ്ട്രെയിറ്റ് ആം പുൾ ഡൗണും ആണ്. സൂപ്പർ സെറ്റ് ആയിരിക്കും. സോ ആദ്യം ഒരു വാമപ്പ് സെറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു വെയിറ്റ് ഇട്ടിട്ട് വാമപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മതി, നമുക്ക് വാമപ്പ് ചെയ്യാനായിട്ട് 8 മതി. ഓക്കെ, നെക്സ്റ്റ് മെയിൻ സെറ്റ്. അത് നോർമൽ വെയിറ്റ് ആഡ് ചെയ്തിട്ട് മെയിൻ സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ ചെയ്യാൻ വേണ്ടി കേബിൾ അവിടെ സെറ്റ് ചെയ്യണം. അതും കൂടി സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ട്രെയിറ്റ് ആം പുൾ ഡൗൺ ചെയ്യാൻ നമ്മൾ കേബിൾ ഫുൾ ഹൈയിലിടുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെയിറ്റും സെറ്റ് ചെയ്തിട്ട് വേണം ലാറ്റ് പുൾ ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ. ആദ്യം ഒരു 27 ഇടാം. കാരണം ഈ മെഷീൻസ് ഞാൻ അധികം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല വെയിറ്റിന്റെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ടിന്റെ ഫസ്റ്റ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസ് ഗ്രിപ്പ്, One, 2, 3, 4. ബാക്കിലേക്ക് അധികം ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 5, 6, 7, 8, 9, 10. 1, 2. ഓക്കെ, ക്ലോസ് ഗ്രിപ്പ് കഴിഞ്ഞാൽ റെസ്റ്റ് ഇല്ല. അപ്പം തന്നെ സ്ട്രെയിറ്റ് ആം ചെയ്യണം. സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, മാക്സിമം സ്ക്യൂസ് ചെയ്യുക. ചെസ്റ്റ് അപ്പ് ചെയ്ത് സ്ക്യൂസ് ചെയ്യുക. നല്ല രീതിയിൽ റിലീസ് ചെയ്ത് കൊടുക്കുക. 3, 4, 5. നല്ല രീതിയിൽ റിലീസ് ചെയ്ത് കൊടുക്കുക. 6, 7, 8, 9, 10. ഓക്കെ, ഈ 2 വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ലാസ്റ്റ് സെറ്റ് കാണിച്ചു തരാം. വെയിറ്റ് കൂട്ടിയിട്ടുള്ളത് ആകെ നമുക്ക് 3 സെറ്റാണ് ഉള്ളത്. 3 സെറ്റ് ഞാൻ വീഡിയോയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് ലാസ്റ്റ് സെറ്റ് ബാക്കി കാണിക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് സെറ്റാണ്. ഇതിലെ 3ാമത്തെ സെറ്റാണ്. ഞാൻ അധികം വെയിറ്റ് കൂട്ടിയില്ല, കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റ് കൂട്ടി ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് സെറ്റ് ആയതുകൊണ്ട് ഫെയിലിയർ ചെയ്യാം. ഓക്കെ, സിക്സിൽ തന്നെ ഫെയിലിയറായി. ഓക്കെ, സ്ട്രെയിറ്റ് ആം ചെയ്യാം. 1, 2, 3. Already tired. 4, 5, 6. റിലീസ് ചെയ്യുമ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്ത് റിലീസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.
7. ഇല്ല, 7ന് മുകളിൽ പോയില്ല. ഓരോ സെറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു മസിൽ കണക്ഷൻ കിട്ടും മൈൻഡുമായിട്ടുള്ള. ജസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും ഒന്ന് ഫ്ലെക്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും ലാറ്റ് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വർക്കൗട്ട് ബാർബൽ റോ ആണ്, പ്രോണേറ്റഡ് ഗ്രിപ്പ്. അതോടെ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യല്ല. പിന്നെ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഉണ്ട്, പിന്നെ 2 ബൈസെപ്പ് വർക്കൗട്ടും ഉണ്ട്. ഫസ്റ്റ് സെറ്റ് എന്തായാലും 10 kg സ്റ്റാർട്ട് ചെയ്യാം. അറിയില്ല അധികം പോകുന്നൊന്നും അറിയില്ല, കുറച്ച് നാളായി. ലോക്ക് ഇടണം, പക്ഷെ ഫസ്റ്റ് ഒരു ലോക്ക് വേണ്ട. One, 2, 3, 4, 5, 6, 7, 8, 9, 10. ടയർഡായി. പുഷ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ കുറേ നാള് കഴിഞ്ഞ് ചെയ്യുന്നല്ലേ, അധികം പുഷ് ചെയ്യുന്നില്ല. ലാസ്റ്റ് സെറ്റാ ഒരു 5 kg ആഡ് ചെയ്തു, അതിൽ കൂടെ ഇടാനുള്ള എനർജി ഇല്ല. കൺട്രോൾ ചെയ്ത് ഇറക്കണം, പക്ഷെ വയ്യ. 4, 5, 6. ടയർഡായി. ഇനി നമുക്ക് ചെയ്യാനുള്ള ലോവർ ബാക്കാ, ഹൈപ്പർ എക്സ്റ്റൻഷൻ. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ബൈസെപ്പ് കേൾ ചെയ്യാം, ബാർബൽ കേൾ ചെയ്യാം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കൺട്രോൾഡ് സെറ്റാണ്, സ്ലോയിൽ ചെയ്യാൻ. നടക്കുമെന്ന് അറിയില്ല, നോക്കാം. 1, ഒരു സൂപ്പർ സ്ലോ സെറ്റാണ്. 2, 3, 4. ഇങ്ങനെ സൂപ്പർ സ്ലോയിൽ ചെയ്യുകയാണെങ്കിലേ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ടൈം അണ്ടർ ടെൻഷൻ കൂടുതൽ ടൈം എടുക്കുന്നതുകൊണ്ട് കൂടുതൽ ടെൻഷൻ ഉണ്ടാവും പെട്ടെന്ന്. 4, കുറച്ചും കൂടി സ്ലോ ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. 5. ടയർഡാകുമ്പോൾ ഞാൻ നോർമൽ സ്പീഡാക്കും. ഇപ്പം തന്നെ ടയർഡായി. 6. പുഷ് ചെയ്യാൻ വയ്യ, നോർമൽ സ്പീഡാക്കാം. 1, 2, 3, 4, 5, 6. ഇതുപോലൊരു 3 സെറ്റ്സ്. ബൈസെപ്പിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് ഹാമർ കേളാണ്. ഇതും കൂടി ചെയ്ത് ബൈസെപ്പ് നിർത്തും. 1, 2, 3, 4, 5, 6. ടയർഡായില്ല, 1 by 1 ചെയ്യാം ടയർഡാവുകയാണെങ്കിൽ. 7, 8, 9, 10. 1,
ചത്തു. അപ്പൊ ബാക്ക് ഡേയിലെ ലാസ്റ്റ് വർക്കൗട്ട് ഹൈ പ്രസ് ടെൻഷനിൽ ലോവർ ബാക്കിനുള്ളത്. ഇതിന്റെ ഫോം എങ്ങനെയാന്ന് വെച്ചാൽ അപ്പർ ബോഡി മാത്രം ബെൻഡ് ചെയ്ത് നോക്കുക താഴേക്ക്. 3 4 5 6 7 8 9 10 1 2. അപ്പോൾ ഇതാണ് വർക്കൗട്ടിന് ശേഷമുള്ള പമ്പ്.